ഒട്ടേറെ പേർക്ക് പ്രചോദനമാണ് അഭിനേത്രിയും നർത്തകിയുമായ സുധാ ചന്ദ്രൻ. നർത്തകി എന്ന നിലയിലാണ് താരം കൂടുതൽ തിളങ്ങിയത്. എന്നാൽ കരിയർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സുധാ ചന്ദ്രന് ഒരു കാൽ നഷ്ടപ്പെട്ടിരുന്നു. 16 വയസ്സുള്ളപ്പോഴാണ് സുധയ്ക്ക് കാലുകൾ നഷ്ടപ്പെടുന്നത്. ശേഷം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കാൽ മുറിച്ചു മാറ്റപ്പെട്ടു. ചെറിയൊരു ഫ്രാക്ചർ മാത്രമായിരുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ല. ആക്സിഡന്റ് കേസ് ആയതിനാൽ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ചികിത്സിച്ചത്. അവസ്ഥ മോശമായപ്പോൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 10-20 ദിവസം ചികിത്സിച്ചുവെങ്കിലും കാലിൽ പഴുപ്പ് കൂടി. ഡോക്ടർ കാല് മുറിച്ചു മാറ്റണമെന്ന് തന്നെ പറഞ്ഞു. സുധ മൈനർ ആയതുകൊണ്ട് കാൽ മുറിച്ചു മാറ്റാനുള്ള അനുമതി ഒപ്പിട്ട് നൽകിയത് അച്ഛനായിരുന്നു. എന്തിനാണ് സമ്മതം കൊടുത്തത്? ഒരു കാല് പോയതിനു ശേഷം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് സുധ അച്ഛനോട് ചോദിച്ചിരുന്നു. നിന്നെ ഒരു സക്സസ് പോയിന്റിൽ എത്തിക്കുന്നത് വരെ ആ കാൽ ഞാനായിരിക്കുമെന്ന് അച്ഛൻ. ആ പ്രോമിസ് അച്ഛൻ പാലിച്ചു. കാൽ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നർത്തകി എന്ന നിലയിൽ സുധ കരിയർ തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് സജീവമായി. വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചും പിന്നീട് ജീവിതത്തിൽ നടന്നത് എന്താണെന്നും പറയുകയാണ് നടി ഇപ്പോൾ. ഗലാട്ട തമിഴ് എന്ന യൂട്യൂബ് ചാനലിനോടാണ് പ്രതികരണം. കാലിന് ഗുരുതരമായ പരിക്ക് പറ്റിയതിനാൽ അത് മുറിച്ചു കളയുകയേ നിവർത്തിയുള്ളൂ. അല്ലെങ്കിൽ ജീവന് ആപത്താണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ സമ്മതം പറഞ്ഞത്. കാല് പോയാലും സാരമില്ല, മകളെ തിരിച്ചു കിട്ടണം. എന്നോട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അച്ഛനാണ്. അമ്മ അടുത്തേക്ക് വന്നതേയില്ല. അമ്മയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പോലും വിഷമമായിരുന്നു. നാളെ നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഒരുപാട് തവണ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ നാളെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നിനക്ക് നിന്റെ കാൽ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അച്ഛൻ പറഞ്ഞു. കാല് പോയാൽ ഇനി ഞാൻ എന്തിന് ജീവനോടെ ഇരിക്കണമെന്ന് അച്ഛനോട് ചോദിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നീ ഉണ്ടാവണമെന്ന് അച്ഛൻ. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാകില്ലേ? ഇത് വേണോ എന്നൊക്കെ ഞാനും. അവർക്കെന്നെ വേണമെന്ന് അച്ഛൻ. നീ ജീവിതത്തിൽ വിജയിക്കുന്നത് വരെ ഞാൻ കൂടെ നടക്കുമെന്ന് അച്ഛൻ എനിക്ക് വാക്കു തന്നു. പിന്നീട് 3 വർഷം മുൻപാണ് അച്ഛൻ മരിക്കുന്നത്. എനിക്ക് അച്ഛനും അമ്മയും നൽകിയതൊന്നും ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രത്തോളം അവർ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നും സുധ ഗലാട്ടയോട് പറയുന്നു.